ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിന്റെയും സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോഹിച്ചൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. രാസലഹരിയുടെ പ്രലോഭനങ്ങളിൽ നിന്നും യുവാക്കളെയും സമൂഹത്തെയും സംരക്ഷിക്കുക, ജീവിതമാണ് ലഹരിയെന്ന അവബോധം സമൂഹത്തിലേക്ക് എത്തിക്കുക, മികച്ച കായികശേഷിയുള്ള തലമുറയെ സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ഓട്ടത്തിൽ പങ്കെടുക്കാനെത്തിയവരടക്കം എല്ലാവരും ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത ശേഷമാണ് കൂട്ടയോട്ടം നടന്നത്. പണ്ട് ലഹരിക്ക് അടിമയാകുന്ന പ്രായം ചെന്ന ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികളെ പോലും ഈ മാഫിയ ഇതിനെ കീഴ്പ്പെടുത്തി കളയുകയാണ്. പിന്നീട് അവനിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, ആ കുടുംബത്തിന്റെ തകർച്ച, ആ കുട്ടിയുടെ തകർച്ച, അങ്ങനെ സമൂഹത്തിൽ ആകെപ്പാടെ മദ്യം ലഹരിക്ക് അടിമയായിട്ട് ഇവന് എന്താണ് ചെയ്യുന്നതെന്ന് പോലും ഇവന് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അവൻ വീട്ടിൽ ചെന്ന് അവന്റെ അപ്പച്ചനെ കണ്ട തിരിച്ചറിയത്തില്ല, അവന്റെ മാതാപിതാക്കളെ കണ്ട തിരിച്ചറിയത്തില്ല, സഹോദരന്മാരെ കണ്ട തിരിച്ചറിയത്തില്ല. അങ്ങനെ അവൻ സമൂഹത്തിന് ആകെ ഒരു വിപത്തായി മാറുകയാണ്. ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ, ഭരണസമിതി അംഗങ്ങൾ, ഹരിത കർമ്മസേന, കുടുംബശ്രീ CDS, വിവിധ ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. സിന്തറ്റിക് ലഹരികൾ ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെ കേരള സംസ്ഥാന കായിക യുവജനക്ഷേമ ബോർഡും ബൈസൺവാലി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം, ഈ കൂട്ടയോട്ടത്തിൽ പങ്കെടുക്കുന്നതിന് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലഹരിക്കെതിരെ നടത്തിയ കൂട്ടയോട്ടത്തിൽ വൈസ് പ്രസിഡന്റ് പ്രീതി പ്രേംകുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു കൃഷ്ണൻകുട്ടി, സാമൂഹ്യ പ്രവർത്തകൻ ഷാജി ഇരട്ടച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.